നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു വലിയ പ്രസംഗം നടക്കുന്നു. ആ പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന മറ്റാരുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹത്തിനെതിരായി ഉയർന്നു വരാൻ ഇടയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇതുകൂടാതെ വയനാട് ജനങ്ങളെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള കുറച്ചധികം ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 വീടുകൾ നിർമ്മിക്കുന്നതിൻ്റെ തറക്കല്ലിടിയിൽ കുറേ തവണയായി വെർച്വൽ തറക്കല്ലിടികൾ നടന്നു എന്ന് നമുക്കറിയാം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് തറക്കല്ലിടിയിൽ വലിയ കാര്യക്ഷമമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് ഇങ്ങനെയുള്ള തുടങ്ങിയ എന്തായി പുനർജനി പദ്ധതി? സതീശനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നതാണ്. മറ്റൊന്ന്, എന്തായി വയനാട്ടിലെ കല്ലിടിയിൽ? വയനാട് ആ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കല്ലിടിയിൽ പരിപാടികളും അതോടൊപ്പം തന്നെ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതോടൊപ്പം വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ്, കൂടാതെ അവിടെ എത്ര വീടുകൾ നിങ്ങൾ വെക്കാൻ തയ്യാറെടുക്കുന്നു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ സതീശനോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പല ആവർത്തി പറഞ്ഞു ഞങ്ങൾ തറക്കല്ലിടാൻ പോകുന്നു, 10-ാം തീയതി തറക്കല്ലിടുന്നു. അപ്പോൾ പണ്ട് പഞ്ചാബിയോ സിനിമയ്ക്കകത്ത് ഗംഗാധരൻ്റെ അടുക്ക് ചോദിക്കുന്നു, ഏത് ശനിയാഴ്ച, ചിലപ്പോൾ പറയാൻ എല്ലാ മാസവും ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് എന്ന് പറയുന്നത് പോലെ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരു സതീശനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും തള്ളിനൊട്ടും കുറവില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ടെക്നോ പാർക്ക് പിന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. എന്നാൽ അതൊരു തെറ്റായ വിവരമായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഇ.കെ. നായനാരായിരുന്നു ഈ പറയുന്ന ആപ്പിളിൻ്റെ കമ്പനി വന്നതിന് ശേഷം ഇവിടെ നമുക്കിങ്ങനെ തുടങ്ങിയാലോ എന്നൊരു ആലോചന നയനാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് കെ.ആർ. ഗൗരിയമ്മയായിരുന്നു അത്രേ വ്യവസായ വകുപ്പ് മന്ത്രി. അപ്പോൾ അവരൊരുമിച്ച് ചേർന്നിട്ടാണ് വളരെ തുച്ഛമായ ആളുകളെ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് നമ്മുടെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതൊരു വലിയ കള്ളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ഇപ്പോൾ പുതിയൊരു കള്ളവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാൻ അനവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നിരിക്കലും ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ലല്ലോ എന്നുള്ള ധാർഷ്ട്യമാകാം, അതല്ലെങ്കിൽ ആ ഒരു ബലമാകാം, ഉറപ്പാകാം വി ഡി സതീശനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. 2000 വീടുകളാണത്രേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, അതായത് പറവൂർ മണ്ഡലത്തിൽ മാത്രമായി നഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ കാലത്തെ പ്രളയത്തിൽ. ആ 2000 വീടുകൾ പൂർണ്ണമായും 1000 വീടുകൾ ഭാഗികമായി തകർന്നു പോയ സ്ഥിതിവിശേഷമായിരുന്നു പ്രളയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രളയത്തിൽ തകർന്നു പോയ 2000 വീടുകൾ വെറും 2-3 മാസം കൊണ്ട് മാത്രം ഇത് പുനർനിർമ്മിച്ചു നൽകി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സർക്കാർ വർഷം 1 കഴിഞ്ഞിട്ട് പോലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവർക്കായി ഒരു വീട് പോലും വെച്ച് നൽകിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നുണപ്രചരണമായിരുന്നു. പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും, എന്ത് ഗീർവാണം വേണമെങ്കിലും വെച്ച് വിളമ്പാൻ സാധിക്കുന്ന അജയ്യനായ ഒരു നേതാവായി വി ഡി സതീശൻ അങ്ങനെ വാഴ്ത്തപ്പെട്ടു പ്രവർത്തകർക്കിടയിൽ കരഘോഷം ഉയർത്തുന്നതിന് കാരണമായി തീർന്നു. 2000 വീടുകൾ വെച്ച് നൽകി. ആ സമയത്ത് നമുക്കറിയാവുന്ന പലരും ഇന്ന് പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കുന്ന അന്നത്തെ KPCC അധ്യക്ഷന്മാരും നേതാക്കന്മാരും ഒക്കെ ഉള്ളതായി നമുക്കറിയാം. അന്ന് 1000 വീട് എന്ന് പറയുന്ന ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു KPCC ഫണ്ട് പിരിവ് നടത്തിയത്. അങ്ങനെ 1000 വീട് പോയിട്ട് പിന്നീട് അത് 500 വീടിലേക്ക് ഒതുങ്ങുകയും പിന്നെ 100 വീടിലേക്ക് മാറുകയും ചെയ്തു. എന്നിട്ടും എവിടെയാണ് വീട് എന്ന് ചോദിച്ചവർക്ക് മാത്രം ഒന്നും കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് വിദേശത്ത് പോയി പുനർജനി പദ്ധതിക്ക് വേണ്ടി പണം പിരിച്ചിട്ടില്ല എന്ന് ഒരു നട്ടാൽ കുരുക്കാത്ത ഒരു നുണ പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങളിലടക്കം വി ഡി സതീശൻ അവിടെ പോയി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിൻ്റെ, അതായത് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുന്ന ഉൾപ്പെടെ $500 വെച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ചില മാധ്യമ സംസ്കാരവും നമ്മുടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, ഓരോ മാധ്യമങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കറിയാം അവർ കൃത്യമായി ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് പത്രമാണെങ്കിലും ഏത് ടെലിവിഷൻ ആണെങ്കിൽ തന്നെയും വി ഡി സതീശനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മടി കാട്ടുന്നു. എന്നാൽ പലപ്പോഴും ഇടതുപക്ഷ നേതാക്കന്മാരോട്, മന്ത്രിമാരോട് കാർക്കശ്യത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ തൃപ്തികരമായ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അതിന് മുകളിലേക്ക് ചോദ്യങ്ങൾ വാരി വിതറുകയും ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നമുക്ക്
കേരളത്തിൽ കാണാൻ സാധിക്കും. അതായത് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വലതുപക്ഷം പിടിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു രീതി. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇവിടെ നമുക്കറിയാം വി ഡി സതീശൻ 100 വീട് പോലും എങ്ങും വെച്ചു കൊടുത്തിട്ടില്ല. അവരാകെപ്പാടെ ഒരു വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നത് നമ്മുടെ മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് മാത്രമാണ്. എന്തുകൊണ്ട് മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് വീട് വെച്ചു കൊടുത്തു? പെൻഷനിൽ കുടിശ്ശിക വന്ന സാഹചര്യത്തിൽ അതേ മറിയക്കുട്ടിച്ചേട്ടത്തി ഇതിന് മുൻപും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കുടിശ്ശിക 10-18 മാസം കുടിശ്ശിക വന്ന സാഹചര്യത്തിൽ പോലും ഒരു കറിച്ചട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരുന്ന മറിയക്കുട്ടിച്ചേട്ടത്തി കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻഷനോട് കൂടി തന്നെ ഇവിടെ വന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്, ഒരു കരിച്ചട്ടിയും പൊക്കി പിടിച്ചുകൊണ്ട്. ആ മറിയക്കുട്ടിച്ചേട്ടത്തി കാണിച്ച ധീരോദാത്തമായ സമരഭാവനയ്ക്ക് വേണ്ടിയിട്ട് KPCC സംഭാവന ചെയ്തതാണ് സ്വന്തമായൊരു വീട്. അങ്ങനെ KPCC ഉള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് വെച്ചു കൊടുക്കുന്നു. ആ വീട്ടിൽ കയറി താമസിക്കുന്ന മറിയക്കുട്ടിച്ചേട്ടത്തി നന്ദികേടിൻ്റെ മൂർത്തരൂപമാണ് എന്നുള്ള കാര്യം മറന്നുപോയി ഇവിടുത്തെ UDF നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ. എത്രയും കാലം പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന 2-3 മാസക്കാലം പെൻഷൻ മുടങ്ങിയപ്പോൾ കറിച്ചട്ടിയും എടുത്തുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു എന്ന് കൃത്യമായി മലയാളികൾക്ക് മനസ്സിലായത് അപ്പോഴാണ്. അതായത് KPCC വീട് വെച്ചു കൊടുത്തപ്പോൾ. അങ്ങനെ ഒരു വീട് വെച്ചു കൊടുത്തതല്ലാതെ നാളിത്ര കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി ഇവിടെ മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുപോയിട്ടും ഇതിനു മുൻപ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവും മുൻ അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ഇദ്ദേഹം വന്നിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതും കോൺഗ്രസ് പ്രഖ്യാപിച്ചതുമായ വീടിൻ്റെ എല്ലാം തറക്കല്ലിട്ട് നടക്കാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു വലിയ ഓണക്കാലത്തിന് ശേഷം ഇത് നടക്കും. ആഗസ്റ്റ് പറഞ്ഞു, ഒക്ടോബർ പറയുന്നു, നവംബർ പറയുന്നു, ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. 2026 ഫെബ്രുവരി മാസം വരെ എത്തി നിൽക്കുന്നു. എന്നിട്ടും ഒരു വീടിന് പോലും തറക്കല്ലിടാൻ കഴിയാത്ത ഒരു പാർട്ടി മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് വീട് വെച്ചു കൊടുത്തു. നന്ദികേടിൻ്റെ മൂർത്തരൂപമായ മറിയക്കുട്ടിച്ചേട്ടത്തി തൻ്റെ വീട്ടിലേക്ക് അടുപ്പിൽ പോയിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാര സാധനങ്ങൾക്ക് ഇതുവരെ വക കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ BJPയിലേക്ക് മറുകണ്ഠം ചാടുന്നു. കോൺഗ്രസിന്റെ പൊതുവെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നവരെല്ലാം അവരുടെ മക്കളും മരുമക്കളും എല്ലാം ഇപ്പൊ BJPയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതവും നമുക്ക് അവകാശപ്പെടാനില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി VD സതീശൻ അല്ലെങ്കിൽ UDF നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ ലീഗിനെ നമ്മളൊന്ന് സ്വല്പം മാറ്റി നിർത്താം. ലീഗ് കുറച്ച് വൈകിയെങ്കിൽ പോലും അവർ സ്ഥലമെടുപ്പും അതോടൊപ്പം കാര്യങ്ങളും ഒക്കെ നടത്തി പോകുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. അല്ലാതെ വേറെ ഒന്നും VD സതീശനോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരോ കേരളത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല നാളിത്ര കഴിഞ്ഞിട്ടും. കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് എന്ന് പറയുന്ന കുണ്ടറയിലെ MLA പോയി നാണം കെട്ട് നാറി തിരിച്ചു വന്ന കഥ നമുക്കറിയാം. ഒരു കോൺഗ്രസ്സുകാരിയായ ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഞങ്ങൾ കണ്ടിട്ടേയില്ല ഈ വഴിക്ക്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവിടുത്തെ INTUCയുടെ ഒരു കൺവീനർ കൂടിയായിരുന്ന ആ വനിതാ നേതാവിനെ ഒറ്റയടിക്ക് CPMകാരിയാക്കി മാറ്റാൻ കാണിച്ച ഒരു തന്ത്രപരമായ നീക്കം അത് PC വിഷ്ണുനാഥിൽ നിന്ന് നമ്മൾ കണ്ടു. എന്നാൽ പെൻഷൻ 100 കൂട്ടിയതാര 200 കൂട്ടിയതാര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലുമായി ചേർന്ന് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് നിർത്തിക്കൊണ്ട് PR വർക്ക് നടത്തി വീഡിയോകൾ ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച അതേ PC വിഷ്ണുനാഥ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ INTUCയിലെ കൺവീനറായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സ്ത്രീ CPMകാരിയാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ പലതും തള്ളിക്കളയേണ്ടി വരും, പലതിനെയും അടച്ചാക്ഷേപിക്കേണ്ടി വരും. ഇപ്പോൾ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ ബാലഗോപാലിനെതിരായി മത്സരിച്ച ആളിപ്പോൾ BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പുതിയ വാർത്തയൊന്നും അല്ല എങ്കിൽ തന്നെയും അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പം മനോരമയുടെ അജണ്ട എന്താണെന്ന് നമുക്ക് കാലാകാലങ്ങളായി അറിയാം. ഇവിടെ ഇവർക്കൊരു പത്രമുണ്ട്, കോൺഗ്രസിനൊരു പത്രം വീക്ഷണം എന്ന് പറയുന്ന പത്രമുണ്ടെങ്കിൽ തന്നെയും വേറൊരു ചാനൽ ജയ്ഹിന്ദ് എന്ന് പറയുന്ന ചാനൽ ഉണ്ടെങ്കിൽ തന്നെയും ഇതിലൊന്നും പെടാത്ത രീതിയിൽ മനോരമ അവരുടേതായ ഒരു പോർട്ട്ഫോളിയോ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതൃഭൂമിയുടെ സ്റ്റാൻഡ് എന്തായാലും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ നോക്കി ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണ് നമുക്കറിയാം, 24. പിന്നെ അതിൽ നിന്ന് അല്പം വേറിട്ട് മാറി നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകളിലെല്ലാം എങ്ങനെയാണ് ഈ ചാനലിലുള്ള ഈ വാർത്തകൾ വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇവിടെ പ്രധാനമായും സെറ്റ് ചെയ്യപ്പെട്ട അജണ്ട? ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇല്ല എന്ന് കനകോലു തന്നെ സമ്മതിച്ചു. ആ കനകോലു തന്നെ ഇപ്പോൾ പണം മുടക്കിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുകയാണ്, സോഷ്യൽ മീഡിയകൾ, യൂട്യൂബ് ചാനലുകൾ, അതോടൊപ്പം ഇത്തരത്തിലുള്ള പിന്നെ മുഖ്യധാര വാർത്താ ചാനലുകൾ, ഇവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സൃഷ്ടിച്ചെടുക്കാൻ, കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കോടികൾ ഇപ്പോൾ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.
അതായത് ഈ രീതിയിൽ മാധ്യമങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളടക്കം കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഇവരെ എല്ലാം വശത്താക്കി വെച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധത പ്രചരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഒരു ജനോപകാരപ്രദമായ പദ്ധതി അനൗൺസ് ചെയ്യുന്ന ഒരു വേദിയിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളെ കണ്ടില്ല. ചില യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ആൾക്കാരും മാത്രമല്ലാതെ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ പോലും മൈക്ക് ഐ ഡി അവിടെ കണ്ടിരുന്നില്ല എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വാസ്തവം. ഇതിനെ വിമർശിച്ചിട്ടുള്ള എം പി രാജേഷ് ഇതുപോലുള്ള കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി ഇതിനെക്കുറിച്ച് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം നിന്നുകൊണ്ട് സത്യത്തിൽ ഇപ്പം ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കുഴലൂത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ ഒരു സത്യവും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.